എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി എല്ലാം ബഹുമാനവും നമ്മുടെ കർത്താവിന്, മഹത്വവും കർത്താവിന് അർപ്പിക്കാം. മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, നമ്മുടെ കർത്താവ് നമ്മളെ കരുതിയതോർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് ഈ ദിവസം, ഈ പുതിയ വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ നമുക്ക് ദൈവമുമ്പാകെ ഇരുന്നുകൊണ്ട് ഈ പുതിയ വർഷത്തിലേക്കായി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ആരാണ് സഭ എന്നുള്ളതാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അങ്ങനെയെങ്കിൽ ഏതാണ് ആ സഭ? സാധാരണ പള്ളി എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചർച്ച് എന്ന് കേൾക്കുമ്പോൾ, സാധാരണ ആളുകളുടെ ഉള്ളിൽ വരുന്നത് ഒരു കെട്ടിടത്തിൻ്റെ ചിത്രമാണ്. എന്നാൽ സഭ ഒരു കെട്ടിടമല്ല, ഒരു ബിൽഡിംഗ് അല്ല. പിന്നെയോ സഭ ഒരു ബോഡിയാണ്. അതായത് പുതിയ നിയമത്തിലെ സഭ, അതിൻ്റെ മൂല വാക്കെന്ന് പറയുന്നത് എക്ലേഷ്യ എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സംഘമാണ് കർത്താവിൻ്റെ സഭ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ സഭ ദൈവത്തിൻ്റെ ജീവനുള്ള ആലയമാണ്, ദൈവത്തിൻ്റെ ജീവനുള്ള സഭയാണ്. നമ്മളിവിടെ വായിച്ചത്, ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. അപ്പോൾ ആരാണ് സഭ എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഭവനക്കാരാണ് പുതിയ നിയമസഭ എന്ന് പറയുന്നത്. അതായത് എനിക്കൊരു അപ്പനുണ്ടെന്ന്, എനിക്കൊരു ഭവനമുണ്ട് എന്നും, ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരനാണ് എന്നും വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. നിങ്ങൾക്കങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഒരു ദൈവത്തിൻ്റെ ഭവനക്കാരനാണോ? ആർ യു എ ചൈൽഡ് ഓഫ് ഗോഡ്? നമുക്ക് പറയുവാൻ കഴിയണം, വി ആർ ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. ഞങ്ങൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ, കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇത്തരയിൽ ചിന്തിക്കേണ്ടത്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ജീവിതത്തിൽ നിരാശപ്പെട്ടവരും തകർന്നവരും ദൈവം ഇല്ല എന്നതുപോലെ ജീവിക്കുന്നവരുടെയും കൂട്ടമല്ല ദൈവസഭ എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്കൊരു പിതാവുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ആകുലതകളെല്ലാം ദൈവത്തിൽ ഭരമേൽപ്പിക്കുന്ന മനുഷ്യരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. നിങ്ങൾ ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള യുദ്ധം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുക, അവിടെ റെഡ് ക്രോസ് എന്ന് പറയുന്ന ഒരു സംഘടന കടന്നു ചെന്നപ്പോൾ കണ്ടത്, അവിടെ പാലസ്തീൻ്റെ തെരുവുകളിൽ കുട്ടികൾ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഓടി നടക്കുന്ന കുട്ടികളെ ആണ് കണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഓടുന്ന കുട്ടികൾ. കാരണം അവരുടെയൊക്കെ മാതാപിതാക്കന്മാർ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു, അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. അനാഥരായ കുട്ടികൾ. ഈ റെഡ് ക്രോസ് സംഘടന എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ആ കുട്ടികളെയെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഒരു ഷെൽട്ടറിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവർക്ക് വേണ്ട മെഡിസിൻ കൊടുത്തു, അവർക്ക് വേണ്ട പരിപാലനമൊക്കെ കൊടുത്തു. പക്ഷേ ആ കുട്ടികളിൽ കണ്ട ഒരു പ്രത്യേകത, അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ കുട്ടികൾ പകല് അവർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുവെങ്കിലും രാത്രിയിൽ അവർ ഉറങ്ങാറില്ല. അങ്ങനെ അതേക്കുറിച്ച് പഠിച്ച ഒരു ഡോക്ടർ എന്തു പറഞ്ഞു, അദ്ദേഹം ഒരു കാര്യം നിർദ്ദേശിച്ചു. എന്താണ്? ഈ കുട്ടികൾ കിടക്കുന്ന ഷെൽട്ടറിൽ അവർ കാണത്തക്ക നിലയിൽ നിങ്ങൾ ബാസ്ക്കറ്റുകൾ നിറയെ ബ്രെഡ് നിറച്ചിട്ട് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവച്ചു. അവരെ കുട്ടികൾ കാണുന്ന നിലയിൽ വലിയ ബാസ്ക്കറ്റുകളിൽ ബ്രെഡുകൾ നിറച്ച്, അപ്പം നിറച്ച് അവരുടെ കാണത്തക്ക നിലയിൽ കൊണ്ടുവച്ചു. അന്ന് ആ കുട്ടികൾ നന്നായി ഉറങ്ങി. എന്താ അതിൻ്റെ അർത്ഥം? തങ്ങളെ കരുതുവാൻ ആരുമില്ല എന്നുള്ള വിചാരമാണ്, വറീസാണ് ആ കുട്ടികൾക്ക് ഉറങ്ങാൻ കഴിയാതെ വന്നത്.
ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്, നമുക്കൊരു അപ്പനുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണ്, നമ്മളെ കരുതുവാൻ ഒരു പിതാവ് നമുക്കുണ്ട് എന്ന് ദൈവവചനം നമ്മളോട് പറയുകയാണ്. നിങ്ങൾക്കങ്ങനെ പറയാൻ കഴിയുമോ? നിങ്ങൾ ഒരു ദൈവത്തിൻ്റെ ഭവനക്കാരനാണ് എന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഭവനക്കാർ. നിങ്ങൾക്കറിയാമോ, പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് വറീസാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞേ, നാളെയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങൾക്കായി കരുതുന്ന ഒരു പിതാവ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ അറിയുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു അപ്പൻ നിങ്ങൾക്കുണ്ട്. നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ്, ഈ ഫെയ്ത്ത് ഉള്ളവരെയാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. വചനം പറയുക, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചിന്തകളെ, ആകുലതകളെ ഈ പുതിയ വർഷത്തിൽ അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ നമുക്കിടയായിത്തീരണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടെ ഭാരം ചുമക്കേണ്ട. നിന്റെ ഭാരം, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, ഭാരങ്ങളെ അത് ദൈവത്തിൽ സമർപ്പിക്കുന്ന, കർത്താവിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സമൂഹമാണ് ദൈവസഭ. ഈ വിശ്വാസം, ഈ ഫെയ്ത്തുള്ളവരാണ് ദൈവത്തിൻ്റെ കുടുംബക്കാർ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇന്ന് പറയാൻ കഴിയുമോ, ഞാൻ ദൈവത്തിൻ്റെ കുടുംബക്കാരനാണെന്ന് പറയുവാൻ കഴിയുമോ? ഞാൻ ദൈവത്തിൻ്റെ കുടുംബക്കാരനാണ് എന്ന് പറയണമെങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കുടുംബക്കാരനായി തീരുവാൻ കഴിയുകയുള്ളൂ. അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ഭവനത്തിൽ ജനിക്കുന്നത്? വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുകയാണ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച കൂട്ടം, അവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ആർ യു ചൈൽഡ് ഓഫ് ഗോഡ്? നിങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണോ, മക്കളാണോ പറയുവാൻ കഴിയുമോ? നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയണം, വി ആർ ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ കുടുംബക്കാരനാണ്, ദൈവത്തിൻ്റെ ഭവനക്കാരനാണ്, എന്നെ കരുതുന്ന ഒരു പിതാവുണ്ട്, എനിക്കൊരു പിതാവുണ്ട്, അപ്പനുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയണം. ഇന്നത് വിശ്വസിക്കാൻ കഴിയണം. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് അത് വിശ്വസിക്കുകയും വരുന്ന ആളുകളിൽ ജയകരമായി ജീവിപ്പാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ക്രിസ്തീയ ജീവിതത്തിൽ എത്ര സന്തോഷകരമായി തീരും. അവരുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കുവാൻ അവർക്ക് കഴിയും. നമുക്ക് അങ്ങനെ ഇടയായിത്തീരട്ടെ. ഈ പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ മേൽ അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പുതിയ വർഷം ദൈവം നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ബിജു എബ്രഹാം. നന്ദി. വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.